നിങ്ങളുടെ ലെവലിൽ നിങ്ങൾ ജീവിച്ചോ. അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ മെയിനായിട്ട് പറയാനുള്ളത്, നമുക്ക് ബന്ധമുണ്ടല്ലോ എല്ലാവരുമായിട്ട്. അമ്മ, പെങ്ങള്, ഇവരൊക്കെ അവരവരുടെ ജീവിതത്തിൽ, ഞാൻ അവരുടെ ജീവിതത്തിൽ ഇടപെടാനേ പോയിട്ടില്ല. പക്ഷെ ആ ഒരു പ്രതിസന്ധി വന്നപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു 4 വീഡിയോ എടുത്തിട്ട് പുറത്തേക്ക് ഇട്ടു, ഇത്ര മാത്രം. എന്നിട്ടും അവർ എന്നെ ഇഞ്ചക്ഷൻ അടിച്ചിട്ട് ഡോക്ടർ നിർദ്ദേശത്തോടു കൂടി വളരെ സൗമ്യമായി പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മര്യാദയ്ക്ക് ആ വീഡിയോ യൂട്യൂബിൽ നിന്ന് പോസ്റ്റ് ചെയ്തിട്ടില്ല, അതായത് അതൊന്ന് ഡിലീറ്റ് ചെയ്തെന്നുള്ളൂ. പക്ഷെ എൻ്റെ മരണം വരെ ആ അനുഭവം തന്നെയാണ്. കാരണം അവരുമായിട്ടുള്ള അനുഭവം, പിന്നെ വീട്ടിൽ നിന്ന് ഈ പറഞ്ഞ പോലെ അമ്മയെ കൂട്ടിക്കൊണ്ടുപോകുമ്പോൾ പെങ്ങള് പറഞ്ഞ അനുഭവം. പെങ്ങള് പറഞ്ഞതാണ് നിനക്ക് ഇനിയും ഭ്രാന്ത് കൂടുമെന്ന്. ഭ്രാന്ത് എനിക്കല്ല കൂടാൻ പോണത്, ഭ്രാന്ത് കൂടാൻ പോണത് അവർക്കാണ് കൂടാൻ പോണത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ രീതികളിലേക്ക് എന്നെ കിട്ടുന്നില്ല, ഒരു കാരണവശാലും കിട്ടുകയില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്ന് എന്തൊക്കെ ചെയ്താലും ശരി, നിങ്ങളുടെ രീതിയിലേക്ക് എന്നെ കിട്ടില്ല. കാരണം എൻ്റെ ഒരു ശ്രമം വേറെയാണ്, നിങ്ങളുടെ ശ്രമം വേറെയാണ്. നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. ആ ഭാഗത്തേക്കേ ഞാൻ വരുന്നില്ല. ഞാൻ പഠിച്ചു വെച്ച കാര്യങ്ങളുമായി ആത്മീയമായോ ലൗകികമായോ ഏത് രീതിയിലും ജീവിക്കാനുള്ള എൻ്റെ സ്വാതന്ത്ര്യത്തെ നിങ്ങളും ഇതാക്കണ്ട. അതേപോലെ ഓരോ വ്യക്തികൾക്കും അങ്ങനെ പല പല സ്വാതന്ത്ര്യങ്ങളുണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ച വൈഫിന്, അവൾക്ക് അവളുടെ സ്വാതന്ത്ര്യം, അവളുടെ വീട്ടുകാർക്ക്, അവളുടെ ഏട്ടന്, ഭാര്യയ്ക്ക്, അവർക്ക് അവരുടെ സ്വാതന്ത്ര്യം ഉണ്ട്. അതിൻ്റെ ഇടയിൽ ഞാൻ പോയതല്ല. ഞാൻ അവളെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുമെന്ന് നോക്കിയതാണ്.